Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Azizia Organic World. Aris Group. Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡനാഡ് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. Hello and welcome to a new segment of Danad Group Pravasi Vishesham. In today's Pravasi Vishesham, we will get introduced to Dr. Jamaluddin Abubekar, Medical Director and Specialist Pediatrician at Metro Medical Center, Ajman. ഇത് ഞങ്ങൾ 2006 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻ്ററാണ്. തുടക്കത്തിൽ ഞങ്ങളൊരു ചെറിയ നിലക്കുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു, ഹമ്പിൾ ബിഗിനിങ് എന്ന് പറയാം. ഞാനും വേറൊരു GP ഡോക്ടറും ഒരു ഡെൻറ്റിസ്റ്റും കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൊല്ലം കൊണ്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഇത്ര മൾട്ടി സ്പെഷ്യാലിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊരു 16 ഡോക്ടർമാരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റിയും ഇവിടെ ഉണ്ട്. മെഡിസിൻ, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ENT, ഒഫ്താൽമോളജി, ഡെൻ്റൽ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓൾമോസ്റ്റ് ഒരു സാധാരണ ഒരു ആളുകൾക്ക് ഒരു ഫാമിലിക്ക് വന്നാൽ അവർക്ക് കൺസൾട്ട് ചെയ്യാൻ ആവശ്യമായി സാധാരണ രീതിയിൽ വരുന്ന അസുഖങ്ങൾക്കൊക്കെ കൺസൾട്ട് ചെയ്യാൻ മറ്റൊരു സ്ഥലത്തെ ആശ്രയിക്കാത്ത വിധത്തിൽ ഞങ്ങളൊരു സ്വയം പര്യാപ്തത അതിൽ നേടിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും ഈ നമ്മുടെ ഇവിടെ സ്റ്റാഫിൻ്റെ വളരെ നിസ്സീമമായൊരു സഹകരണം മൂലം അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഈ നിലക്ക് ഈ ലെവലിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസത്തിൻ്റെ നമുക്ക് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാക്കി തരുന്ന വാക്സിൻ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വാക്സിൻ ഇപ്പോൾ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഏറ്റവും മോശമായ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ മാസ്ക് ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഹാൻഡ് ഹൈജീൻ ഉണ്ട്. ഇതൊക്കെ കാരണം തന്നെ ഈ ഒരു പേഴ്സണൽ ഹൈജീൻ വളരെ കൂടിയിട്ടുണ്ട്. മുമ്പും പലപ്പോഴും ഞാൻ ഒരു ഹെൽത്ത് അവയർനെസ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ മാത്രം. അന്ന് നമ്മൾ മാസ്കിനെ പറ്റിയിട്ടൊന്നും നമ്മൾ അത്ര വലിയ അവെയർ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇത്രമാത്രം ഇന്നിപ്പോൾ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ഹാൻഡ് ഹൈജീനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കഴുകുക, സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് ഒരു 20 സെക്കൻഡ് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ഒരുപാട് രോഗാണുകൾ വിമുക്തമാകും. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു 30% സാംക്രമിക രോഗങ്ങൾ, ഇൻഫെക്ഷ്യസ് ഡിസീസ് മൂലം നമ്മളൊരു ഡോക്ടറെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഫെസിലിറ്റി പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അന്ന് അറിയായിരുന്നു. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഫ്ലൂ സീസണാണ് ഇപ്പോൾ, നമുക്കൊരു വിൻ്റർ സീസണിൽ ഫ്ലൂ പോലും ഇപ്പോൾ കാര്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റത് ഒരു ദിവസം എന്നെപ്പോലുള്ള ഒരു ക്ലിനിക്കിൽ ഒരു 10 കേസെങ്കിലും വന്നിരുന്നത് ഇപ്പോൾ ഒരു കേസ് പോലും ഞാൻ ഇപ്രാവശ്യം ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാൻഡ് ഹൈജീനും മാസ്കും തന്നെയാണ്. അപ്പോൾ ഈ മാറി വന്നിട്ടുള്ളത് ഇൻഫെക്ഷൻസ് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പിന്നെ എന്താണ് കുട്ടികളെ വരുത്തുന്നത്? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ സമയം സ്ക്രീനിൽ ചിലവഴിക്കുന്നു. അപ്പോൾ ഒരു നമ്മളുടെ വിദഗ്ധന്മാർ, പീഡിയാട്രിക്സിലെ വിദഗ്ധന്മാരും അതേപോലെ പീഡിയാട്രിക്സ് ഓർഗനൈസേഷൻസും, ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ഇവരൊക്കെ ഈ ഓർഗനൈസേഷൻസിലൊക്കെ എക്സ്പേർട്സ് ഉണ്ട്. അവർ പറയുന്നത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീനിൽ മുന്നിൽ ചിലവഴിക്കരുതെന്നുള്ളത്. സ്ക്രീൻ എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്മാർട്ട് ഫോൺ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ടാബ്സോ, അല്ലെങ്കിൽ TV യോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ, എല്ലാം ഈ സ്ക്രീൻ, എല്ലാ ഇലക്ട്രോണിക് മീഡിയ സ്ക്രീനിലും 2 മണിക്കൂറിൽ കൂടുതൽ ചിലവഴിക്കരുതെന്നാണ് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അവർ ഇരുത്തം ശരിയായില്ലെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഈ എത്രമാത്രം ഇരിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്, ഒരു കണക്കുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്കത് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണം. ഒരു 25 സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മൾ അവിടുന്ന് ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ
കൂടുതൽ അടുത്തോ അല്ലെങ്കിൽ കൂടുതൽ അകലെ ഇരിക്കരുത്. 25 സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മൾ ആ സ്ക്രീനിൽ നിന്നും അകന്ന് ഇരിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിഷൻ നമ്മുടെ കണ്ണും ആ സ്ക്രീനും കൂടി ഒരു 15 ഡിഗ്രിയിൽ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ വളരെ പൊങ്ങിയോ വളരെ താഴ്ന്നോ ഇരിക്കരുത്. പിന്നെ നമ്മുടെ കൈ കീബോർഡുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മൗസുമായിട്ടുള്ളത് നമ്മളെ കൈ വളരെ ഇങ്ങനെ ആംഗിള് ഒരു 90 ഡിഗ്രിയിലായിരിക്കണം ഇരിക്കുന്നത്. ഒരു 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. ലൈറ്റ് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സും റൂമിലെ ലൈറ്റും കൂടിയിട്ട് നമ്മൾ ഏകദേശം ഒരേ നിലക്കായിരിക്കണം. അതല്ലെങ്കിൽ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും. ഈ വക കാര്യങ്ങൾ അപ്പോൾ ഗ്ലെയർ ഉണ്ടെങ്കിൽ ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ ഉപയോഗിക്കണം. ഇനിയിപ്പോൾ കണ്ണട ഉപയോഗിക്കുന്ന ആൻറ്റി ഗ്ലെയർ സ്പെക്സ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സാധാരണ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് മൾട്ടിപ്പിൾ വെയ്ഗ് കംപ്ലയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തലവേദന, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, വയറുവേദന, പിന്നെ അതേപോലെ അല്ലെങ്കിൽ തലകറക്കം, ഡിസിനസ്, ക്ഷീണം, ഇതൊക്കെ ഉണ്ടാവും. മാത്രമല്ല എന്തെങ്കിലും ഒരു ചെറിയ കണ്ണിന് എന്തെങ്കിലും വിഷ്വൽ പ്രോബ്ലം ഉള്ളതാണെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾ കണ്ണ് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ മാതിരി വെയ്ഗ് കംപ്ലയിൻസ് ആണ് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സും കൂടി വന്നപ്പോൾ നമുക്കുണ്ടാകുന്നത്. That brings us to the end of this segment of Danath Pravasi Vishesham. Next week we will meet with more updates. Till then, this is Nancy Herschel signing off. Take care. Bye-bye. നമസ്കാരം, ജോബിയാണ്. നമുക്ക് ആഹാരം വളരെ രുചിയോടുകൂടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. എന്നാൽ രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരുടെ കാര്യമോ? അങ്ങനെ ഒരു വലിയൊരു എക്സൈറ്റിംഗ് കമ്പനിയിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി നിലമ്പൂർ പ്രവർത്തിക്കുന്ന മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ കമ്പനി ഡയറക്ടർ മിസ്സിസ് സിന്ധു കെയെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് സിന്ധു അരുൺകുമാർ. ടീം മിന്നൂസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ടറാണ്. ഈ വൺ ഓഫ് ദ ഡയറക്ടർ അരുൺകുമാറാണ്, ഒന്ന് ഞാനുമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യണോ അതേ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മെറ്റീരിയലും ടേസ്റ്റ് കൂട്ടാനായിട്ടോ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വീടുകളിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു, ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഇതിനുള്ളൂ. ഇപ്പോൾ ആദ്യം ചെറിയ രീതിയിലായിരുന്നു മിന്നൂസ് എന്ന പേരിൽ തുടങ്ങിയത്. ഇപ്പോൾ അത് വലിയ ടീം മിന്നൂസ് എന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ വർക്കേഴ്സ് കൂടുതലായി ആദ്യത്തേനെക്കാട്ടിലും. ആദ്യം മാർക്കറ്റിംഗ് ഹസ്ബൻഡ് നടത്തുന്നായിരുന്നു. ഇപ്പോൾ ഡ്രൈവേഴ്സ് 3-4 ഡ്രൈവർ അവരുണ്ട് നോക്കി. അക്കൗണ്ടൻറ്റ്, സ്റ്റാഫ്സ് കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. ഓൾ കേരള എല്ലാ ജില്ലകളിലും എത്തിക്കുന്നുമുണ്ട്. ഇപ്പോൾ എല്ലാ ഏരിയയിലും ഇപ്പോൾ എത്തുന്നുണ്ട്. ഔട്ട് കേരള, തമിഴ്നാട്, ആന്ധ്ര അവിടേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നിലമ്പൂർ ഇതൊരു ഫാക്ടറി ആയിട്ട് വന്നതിൽ
കുറേ ആൾക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഒരു 10-30 ഫാമിലീസിനെ നല്ലൊരു ഇതാണ് കാണുന്നത്. ലേഡീസിനെ, പ്രത്യേകിച്ചും ലേഡീസാണ് ഇവിടെ എല്ലാ സ്റ്റാഫും ഉള്ളത്. ഡ്രൈവർമാരൊഴികെ ബാക്കി എല്ലാ സ്റ്റാഫ്സും പ്രൊഡക്ഷൻ സെൻറ്ററിലും പാക്കിംഗ് സെൻറ്ററിലും ഓഫീസിലായാലും എല്ലാ ലേഡീസാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ ടീം മിന്നൂസ് ഇഡ്ഡലി, ദോശ, ബാറ്ററി എല്ലാം നല്ല രീതിയിൽ തന്നെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേ രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ പുതിയ പ്രൊഡക്ട്സുകൾ വിപണിയിൽ എത്തിക്കുവാനാണ് ഞങ്ങളുടെ ടീം മിന്നൂസിൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ടീം മിന്നൂസ് വളരുവാനും ഈ നല്ല രീതിയിൽ മൂവിങ് ആകുവാനും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ടു ആൾ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി, ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നമ്മോടൊപ്പമുള്ളത് അത്തീന എഡ്യൂക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെമ്പക എഡ്യൂക്കേഷൻസിൻ്റെ ചെയർമാനുമായ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എഡ്യൂക്കേഷൻ ഈസ് ടു സെർവ് സൊസൈറ്റി. ദാറ്റ് ഈസ് ദ ബേസിക് അജണ്ട ഓഫ് ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കഴിഞ്ഞ് സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ സെൽഫിഷ്നെസ് ആണ്. സോ ഈസ് ദർ സംതിങ് റോങ് വിത്ത് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓർ വിത്ത് ദ സൊസൈറ്റി ഓർ വിത്ത് ദ പേഴ്സൺ? ഡു യു തിങ്ക് യു ഹാവ് ടു മേക്ക് എ ചേഞ്ച് ഇൻ ദിസ് സിസ്റ്റം? നല്ല ചോദ്യമാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്ത് വരുമ്പോൾ അവനിലേക്ക് 2-3 കാര്യങ്ങൾ അവൻ ഈ സ്കൂൾ വഴി നേടണം. അത് ഒന്നെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ആണ് സ്കൂളിൽ വരുന്നെങ്കിൽ നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനോടൊരു പാഷൻ ഉണ്ടാവും. ആ പാഷൻ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഒരു
സ്കൂളിൻ്റേതാണ്. നിങ്ങളുടെ പാഷൻ അറിയാതെ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങളും സ്കൂളുമായിട്ട് മാനസികമായി പൊരുത്തപ്പെടത്തില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന മാതിരിയാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു കുഞ്ഞിൻ്റെ പാഷൻ ഡെവലപ്പ് ചെയ്യാൻ ഈ സ്കൂളിന് സാധിക്കുമോ? അതാണ് ആദ്യത്തെ സ്കൂളിൻ്റെ വെല്ലുവിളി. നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുക. ആ പാഷനിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിൽ വരാൻ പഠിക്കണം. സ്കൂളിനെ അങ്ങ് ഇഷ്ടപ്പെടണം. അതാണ് ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, നിങ്ങളിലുള്ള ആത്മശക്തി ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കും എന്നുള്ള നിങ്ങളുടെ അന്തസ്സത്തെ കണ്ടുപിടിച്ച് വളർത്തിയെടുക്കുക. അതാണ് സ്കൂളിൻ്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. മൂന്നാമത്തെ ഉത്തരവാദിത്വം, നിങ്ങൾക്കൊരു ഭാഷ ഉണ്ടാക്കി തരിക. സംസാരിക്കാനുള്ള ഭാഷ നിങ്ങൾ സ്വായത്തമാക്കി നിങ്ങളുടെ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ സ്കൂളിന് കഴിയുമാറാക്കിയെടുക്കുക. അപ്പം 3 എണ്ണമായി. ഇനി കസേരയുടെ കാല് മാതിരി നാലാമത്തത്, നിങ്ങളുടെ പെരുമാറ്റം രൂപീകരിച്ചെടുക്കുക. നിങ്ങളെങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരോട് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനും മറ്റുള്ളവരിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാനും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? ഈ 4മാണ് ഏതൊരു സ്കൂളിൻ്റെയും മഹത്തായ കർമ്മം. ഇത് 4ഉം സാധ്യമായി എടുക്കാൻ ഈ സ്കൂളിന് ഒരുപാട് പണിപ്പെടേണ്ടതുണ്ട്. കാരണം അധ്യാപകൻ പഠിപ്പിച്ചത് കൊണ്ട് നിങ്ങളുടെ ടാലൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ താല്പര്യം ഏത് ഫീൽഡിലാണ്, ഏതിലാണ് നിങ്ങൾക്കൊരു താല്പര്യം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വെറും പഠിപ്പിക്കലുള്ള നടക്കില്ല. എന്നാൽ ഉള്ളത് പഠിപ്പിക്കാനുമാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ ആത്മധൈര്യം കൊണ്ടുവരിക എന്നുള്ളത്. അധ്യാപകന് ആത്മധൈര്യം പകർന്നു കൊടുക്കാൻ കഴിയില്ല. കുട്ടി ഉണ്ടാക്കേണ്ടതാണ് ആത്മധൈര്യം. കുട്ടി സ്വയം ഉണ്ടാക്കേണ്ടതാണ് അവൻ്റെ ഭാഷ. കുട്ടി സ്വയം ഉണ്ടാക്കേണ്ടതാണ് അവൻ്റെ പെരുമാറ്റച്ചട്ടം. ഇത് 4ഉം കുട്ടി ഉണ്ടാക്കണം, അധ്യാപകൻ കൂടെ നിൽക്കാനേ പറ്റൂ. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ എങ്ങനെയാണ് കുട്ടിയിലേക്ക് ഈ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് അധ്യാപകനും അധ്യാപകനോടൊപ്പം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ഒരു വലിയ ചലഞ്ചാണ്. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. Hello and welcome to another segment with Aras Medical Devices Exclusive as we continue on our journey of exploring medical devices. My name is K.C. Babu. We are from Aras Medical. We are talking about the semi-automatic oxygen manifold which we are using for the clinical applications. Mainly we are using this manifold for keeping the patient in a live position in case of any emergency, that we are always giving the oxygen to the patient. If you connect it to the difference between the manual and automatic is that you got a 2 regulator, one for a line regulator, another one is the automatic. You can change over this regulator. If you are connecting this cylinder, if it is 24 or 48 cubic feet, you cannot use more than 1 hour, because normally the patient is taking a 5 liter to 15 liter. But nowadays, because of the coronavirus, it changes to 60 liter, sometimes it may go to 80 liter. Depends upon the patient requirements. We increase or decrease the patient requirement SpO2 level to manage the SpO2 level. This one is connected again. We are connecting this to the high pressure through the hose, high pressure hose. Then it goes to the right side. Then there is an isolation valve. Then you go to regulator with a gauge. Then you go to automatic, semi-automatic lever. Also it is given to the cylinder pressure and line pressure. Also you got a left side isolation valve is there. That is the system which is we are using it called a semi-automatic.
So we are providing a 3 type of manifold. One is manual manifold, one is semi-automatic, fully automatic. Fully automatic is which is using for the main hospitals, like a bigger hospital like a 1,500 bed, 500 bed, 200 bed. But this one is only using for the clinical application, only clinics for a daycare center. This is a maximum you get a 200 liter or a 300 liter only you can get it from this regulators or the manifold. This is connected from the high pressure hose, go into the header, then it is connected to the flow meters, regulators. This flow meter which is connected to the oxygen connection, same time it is connected to the vacuum regulation, but system is only oxygen is producing with the pressure is called ejector. This we can adjust for the vacuum requirement. Also same time you can use for the patient you can use this oxygen mask which is connected. You can use the oxygen mask like this. Then you got same time you can use for the vacuum because of the ejecting the pressure through the vacuum flow regulating valve. This is the system which is very useful to the clinic. Therefore, we are always providing this connection to the clinics. Also, you got a vacuum jar which can be. Then again, it will go to the patient. When any suction requirement is there, you can connect it to that. This is mainly using for the one patient. When you are emergency case, when coming to the treatment in the hospital, you are using this, or sorry, in the clinic, we are providing this. It's a very useful, and instead of using a big cylinder, this cylinder can be used 24 cubic feet, 12 cubic feet, or 48 cubic feet maximum. We can use it in the hospital or the clinic in the treatment rooms. Okay, thank you very much. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. ഹായ്, ഞാൻ അപർണ ബാലമുരളി. ഞാൻ അസീസിയയിൽ കുറേ തവണ വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഗ്രോസറീസ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. അതല്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മാത്രമല്ല മനസ്സും നന്നായി നിറയും. അതുമാതിരിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും. ഇവിടെയുള്ള എല്ലാവരുടെയും സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഹാൾ. ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ എന്താ പറയുക, എല്ലാ വക ഫെസിലിറ്റീസ് ഉണ്ട്. ഗ്രേറ്റ് പാർക്കിംഗ് സ്പേസ്. പിന്നെ ഇവിടെ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വിച്ച് ഐ എം ആക്ച്വലി എ കസ്റ്റമർ ഓഫ്. ആൻഡ് ഓർഗാനിക് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഗ്ലാഡ് ടു ബി ഹിയർ. ഞാനിപ്പോൾ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ അസീസിക്കയുടെ
ഭാര്യ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വിസ്താരമായ ഒരു ഏരിയയാണ് ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭക്ഷണം അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡും സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡുമാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല ഓഡിറ്റോറിയം ആയിരുന്നു. കാരണം ഈ എത്രയും നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു നമ്മൾ വീടിനകത്തെ നല്ല നമുക്കൊരു ഭയങ്കര ഫാമിലി മൂഡ് തോന്നുന്നു. അത്ര നല്ലൊരു ഓഡിറ്റോറിയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അസീസിയ ഗാർഡൻസ് എന്നൊരു ഓർഗാനിക് സെൻറ്ററിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൂടെ പോകുമ്പം ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരിക്കും ഒരു അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വപ്നതുല്യമായ ഒരു സ്ഥലം തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള എല്ലാ ഏരിയാസും, റെസ്റ്റോറൻ്റ് ആകട്ടെ, ഷോപ്സ് ആകട്ടെ, പ്രോഡക്റ്റ്സ് ആകട്ടെ, എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകയായിരിക്കും. ഞാനിപ്പോൾ കൊച്ചിയിൽ അസീസിയ ഗാർഡനിലാണ്. ഐ ഹാഡ് ഓസം ഫുഡ് ഫ്രം ഹിയർ ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക് ഫുഡ്. സോ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓർഗാനിക് ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഹിയർ യു ഗെറ്റ് ലൈക്ക് റിയലി ഓസം ഓർഗാനിക് ഫുഡ് ഹിയർ ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ടേസ്റ്റി ഓൾസോ. അസീസിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത്. ഫുഡ് ഭംഗിയായിട്ട് ആക്കി വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് വെച്ചാൽ അത് വിളമ്പുന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ഫുഡിൽ കൂടെ വയറ്റിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അതാണ് ഫുഡിൽ കൂടെ ആൾക്കാർ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ. അതാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഫുഡ് ഹാസ് ടു ബി സെർവ്ഡ് വിത്ത് ലവ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഫോക്കസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Bye-bye. Take care. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Azizia Organic World. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group. In association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.